ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ ഒരു ഡ്രയറാണ്, ഹോം മെയ്ഡ് ഡ്രയറാണ്. നമുക്ക് വീട്ടിലുള്ള പച്ചക്കറികളോ എന്തെങ്കിലുമൊക്കെ വേണ്ടി മഴക്കാലത്ത് നമുക്ക് ഉണങ്ങിയെടുക്കാം. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇത് കാരണം ഞാനിത് പ്ലൈവുഡിലാണ് ചെയ്തേക്കണത്. കാരണം പ്ലൈവുഡ് മതി. കാരണം എത്ര വലിയ ഡ്രയർ ഉണ്ടാക്കിയാലും അതിനകത്തൊരു 65 ഡിഗ്രിക്കുള്ളിൽ ടെമ്പറേച്ചർ വരില്ല. അപ്പോൾ ശരിക്കും നമുക്ക് ഈ സ്റ്റെയിൻലെസ് കൊണ്ടൊക്കെ പണിത് കഴിയുമ്പോൾ 10,000, 50,000, 60,000 രൂപയൊക്കെ വില വരും. ഇതാകുമ്പോൾ നമുക്ക് വളരെ ചെറിയ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ട്രേ മാത്രം സ്റ്റെയിൻലെസ് കൊണ്ട് ഉണ്ടാക്കി മതി. അപ്പം ഞാൻ ഈ കൺട്രോൾ പാനലൊക്കെ ഉണ്ടാക്കിയതിൻ്റെ മേളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഇരിക്കുന്നത്, കാണിച്ചത്. ഇതിൻ്റെ വർക്കിംഗ് ഒരു പ്രത്യേക രീതിയിലാണ്. ഞാൻ 3 സ്റ്റേജായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും സാധനം ഉണങ്ങാനിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 12 മണിക്കൂറാണ് ഡ്രൈയിങ് ടൈം കൊടുക്കണം. അതായത് തുടക്കത്തിൽ തന്നെ നമ്മൾ മാക്സിമം ഹീറ്റ് കൊടുക്കില്ല. തുടക്കത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മൊത്തത്തിൽ 12 മണിക്കൂറാണെങ്കിൽ നാം 12. ഒരു സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മണിക്കൂറാണ്. അപ്പോൾ ആദ്യത്തെ 4 മണിക്കൂർ 45 ഡിഗ്രിക്ക് സ്റ്റാർട്ട് ചെയ്യും. 45 ഡിഗ്രിക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ കൺട്രോൾ സിസ്റ്റം ഈ 45 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഹീറ്റർ ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ വളരെ കുറച്ച് കറണ്ട് ചാർജ് നമുക്ക് എടുക്കുകയുള്ളൂ. കാരണം ഒരു പ്രാവശ്യം 45 ഡിഗ്രി ആയി കഴിഞ്ഞാൽ പിന്നെ അത് താണ് നമുക്കൊരു 40ലേക്ക് എത്തിയാൽ മാത്രമാണ് വീണ്ടും ഹീറ്റർ ഓൺ ആവുള്ളൂ. അപ്പോൾ നമുക്ക് പവർ സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അപ്പോൾ നല്ല രീതിയിൽ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് ഹീറ്റ് പുറത്ത് പോകില്ല. അപ്പോൾ നമുക്ക് പവർ സേവിങ് ശരിക്കും നടക്കാൻ പറ്റും. പിന്നെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് 4 മണിക്കൂർ കഴിയുമ്പോൾ, അതായത് 5ാമത്തെ മണിക്കൂറിൽ എത്തിക്കഴിയുമ്പോൾ ഓരോ 1 മണിക്കൂർ കൂടുമ്പോൾ 2 ഡിഗ്രി വെച്ച് കൂടും. അതപ്പോൾ 5ാമത്തെ മണിക്കൂറിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 47 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അങ്ങനെ ഓരോ 4 മണിക്കൂറിൽ 7 ഡിഗ്രി വെച്ച് കൂടും. അതേസമയം 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒന്നല്ലെങ്കിൽ നമ്മളിതിൻ്റെ ടെമ്പറേച്ചർ മാക്സിമം 65 ഓഫ് ആക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഹ്യൂമിഡിറ്റി ഒരു 40% ഹ്യൂമിഡിറ്റി ആയി കഴിയുമ്പോൾ ഓഫ് ആക്കും. ഇപ്പോൾ ഹ്യൂമിഡിറ്റി കാണിക്കുന്നത് 63ആണ്. അപ്പം നമ്മളൊരു സാധനം ഉണങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹ്യൂമിഡിറ്റി ഒരു 40 താഴെ വന്നിട്ടുണ്ടെങ്കിൽ 90% ഇതിൻ്റെ ഉള്ളിലുള്ള വസ്തു ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഫൈനൽ സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കണ്ടീഷനാണ്. ഒന്ന് അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 65 ഡിഗ്രി ടെമ്പറേച്ചറിൽ 4 മണിക്കൂർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഷട്ട് ഡൗൺ ആവും. അല്ലെങ്കിൽ അതിനുള്ളിലാണെങ്കിൽ നമുക്ക് ഹ്യൂമിഡിറ്റി 40 താഴെ പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കണ വസ്തുവിനനുസരിച്ചായിരിക്കും. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതാണെങ്കിൽ കൂടുതൽ ഹ്യൂമിഡിറ്റി ഉണ്ടാവും, ഇല്ലെങ്കിൽ കുറവായിരിക്കും. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു. എനിക്ക് തുറക്കണം നഷ്ടമാണ്. ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത് കുറച്ച് കൊപ്പര ഉണക്കാണ്ടായിരുന്നാണ് വെച്ചേക്കണത്. ഞാൻ ജസ്റ്റ് ഓണാക്കാം. ഇതാ ഞാൻ ഹീറ്റർ വേണ്ടി അടിയിലാണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ളിൽ ഇങ്ങനെ എക്സോസ്റ്റ് ഫാനുണ്ട്. തേങ്ങ ഒരുമാതിരി നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ളതാണ്, നല്ല ഭംഗിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ വെച്ചതാണ്. ഇപ്പോൾ 2ാമത്തെ സ്റ്റേജിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജാതിക്കുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 2ാമത്തെ സ്റ്റേജിലാണ്. 3ാമത്തെ സ്റ്റേജ് കംപ്ലീറ്റ് ആവുള്ളൂ. എനിക്കിപ്പോൾ 3ാമത്തെ സ്റ്റേജിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. കൊപ്പര ആയതുകൊണ്ട് അധികം ഉണക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം ആയിട്ട് വൈകുന്നേരം കൊണ്ടുവന്ന് ആട്ടിക്കാൻ കൊടുക്കാമെന്ന് ഓർത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.